എന്താണ് മോചനം? ആ മോചനത്തിനുള്ള വഴി ഇതാണ്. ഇപ്പം നിങ്ങൾ റെഡിയാണോ എന്നാണ് ചോദ്യം. ഇപ്പം റെഡിയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ ഇല്ലേ? വാച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് മോചനം ഇല്ലേ? അല്ല സ്വാമി, ഇതെല്ലാം കൂടെ വേണ്ടേ? അഷ്ടാവക്രനോട് ചോദിച്ചാൽ നടക്കൂല മോനെ എന്നാ പറയാ. അതുകൊണ്ടാണ് അഷ്ടാവക്ര ഗീത എടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. കാരണം ഇതിങ്ങനെ പറയണേ. അപ്പം നമ്മളൊരു ഉപായത്തിലൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്കും ദക്ഷിണയും കാര്യങ്ങളും ഒക്കെ ഒത്തുപിടിച്ച് ഇതങ്ങോട്ട് പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഉപായത്തിലൊക്കെ ഇതൊക്കെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവരും നമ്മളും എല്ലാവരും ഒക്കെ തന്നെ ഇത് ഒത്തുപിടിച്ചാൽ ഇതൊക്കെ ശരിയാവും. ഇതൊക്കെയാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദിവസം നമുക്ക് മോക്ഷം കിട്ടും. അങ്ങനെയൊന്നും പറയാൻ അഷ്ടാവക്രന് പറ്റൂല. അതുകൊണ്ട് അതായത് ഇത് ഗൃഹസ്ഥൻ ബ്രഹ്മചാരി ഇത് പൊളിക്കാൻ പോവാണ്. അടുത്ത് തന്നെ പൊളിക്കുക. വർണ്ണാശ്രമങ്ങളെയൊക്കെ പൊളിക്കും. എല്ലാം പൊളിക്കും. എല്ലാ സൗധങ്ങളെയും ഇടിച്ചു നിരത്തും. നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതിൽ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയാലാണ് ഈ തീപ്പൊരിയെ നമുക്ക് എന്താ പറയുക, ദൂരെ നിന്നേ നമ്മൾ തൊഴുള്ളൂ. അജാതി വർത്തമാനാ പറയണത്. അടിച്ച് എന്താ പറയുക, JCB വെച്ച് നിരത്തുക. ഒറ്റ ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലെ ബിംബമല്ല, എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി കളയും ആര്? അഷ്ടാവക്രൻ. അതുകൊണ്ട് അപകടം, ഒരു ഭയങ്കര എന്താ പറയുക, അഗ്നിയാണ് ഇത് സാധനം. അതുകൊണ്ട് മയപ്പെടുത്തിയിട്ടുള്ള ഏർപ്പാടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളും അതിന് റെഡി ആയിട്ട് നിന്നുള്ള. അതുകൊണ്ട് അങ്ങ് ഇതാ ഇപ്പം ഇവിടെ ഈ നിമിഷം എന്നാ പറയണത്, എൻ്റെ മുന്നിൽ ഇപ്പം. അതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളെ കൊണ്ട് പുണ്യമൊക്കെ ചെയ്ത് കുറേ കർമ്മമൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ലേ. കാരണം തന്നെ സംബന്ധിച്ച് തനിക്കിതിലൊരു സംശയവുമില്ല. സംശയം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പിന്നെ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. എനിക്കൊരു സംശയമില്ല. അങ്ങ് റെഡിയാണ് എങ്കിൽ ഈ നിമിഷം ഇത് സംഭവിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെക്കുറിച്ചൊക്കെ. ഈ കുതിരപ്പുറത്ത് ചാടി കയറാൻ നിൽക്കുമ്പോൾ മോക്ഷം എന്തോ മനസ്സിനെ എന്താ പറയുക, സമാധി ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പം ഗുരു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. എന്താ ദക്ഷിണ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞു അത്രേ. അപ്പം എടുത്തു കൊടുത്തു അത്രേ. മനസ്സ് എന്ന് പറഞ്ഞു. അപ്പം മനസ്സിനെ ഇല്ലാണ്ടാക്കിയ ആളാണ് ജനകൻ. അതുകൊണ്ട് റെഡിയാണെങ്കിൽ വിളിക്കുക. അതാ ഇപ്പം ഇവിടെ. ഇതുവരെ ഈ വാദിയും ഈ എന്താ പറയുക, ഈ വന്ധ്യയായിട്ട് ഈ സ്വർണ്ണ പശുക്കളെയൊക്കെ കാപ്പ് കെട്ടിയിട്ട് കുറേ ആളുകളെയൊക്കെ വിളിച്ചിരുത്തി അക്ഷരശ്ലോക പരിപാടി നടത്തുകയല്ലേ. ഇതൊന്നും എൻ്റെ അടുത്ത് പറ്റില്ല. ഇതാ ഇപ്പം ഇവിടെ ഈ മുന്നിൽ റെഡിയാണെങ്കിൽ നടത്തിക്കോളാനാണ് പറയുന്നത്. അതുവരെ എന്താ ചെയ്തിരുന്ന ജനകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനകൻ അങ്ങനെ സദസ്സിലിരിക്കും. ജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് അങ്ങനെ അവരങ്ങനെ പലതൊക്കെ പറയുന്നതൊക്കെ കേട്ട് ജനകൻ ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കി. ജനകനും കുറേ കാര്യങ്ങൾ സ്വാമി ഇങ്ങനെ ജനകനെ മോശമാക്കല്ല. കാരണം നമ്മുടെ അഷ്ടാവക്രനെ നമ്മൾ പൊക്കണമല്ലോ. ജനകൻ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാജാവ് എന്നുള്ള നിലയിൽ പരിഗണനയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈവൻ നമുക്ക് ഈ ബുദ്ധന് ശേഷമാണല്ലോ ഈ സന്യാസിമാർക്ക് പോലും ആദരവ് കിട്ടിത്തുടങ്ങിയത്. കാരണം ബുദ്ധൻ രാജാവായിരുന്നു. അങ്ങനെയുണ്ട്. നമുക്കും എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇന്നലെ ഒരു സ്വീകരണമൊക്കെ കിട്ടിയപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു. അവിടുന്ന് മുതൽ ഇതുവരെ ഒരു പഞ്ചവാദ്യം പിന്നെ താലപ്പൊലി ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ രാജാവിന് കിട്ടിക്കൊണ്ടിരുന്ന സംഗതികളാണ്. സന്യാസിമാർക്ക് ഇതൊന്നുമില്ല. ബുദ്ധൻ ഈ മാർഗത്തിൽ വന്നതോടുകൂടി നമ്മളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ രാജകുമാരനെ പോലെ ഇങ്ങൊരു സന്യാസിയായിട്ടൊന്നും ആരും ബുദ്ധൻ്റെ ദേഹം വിട്ടുപോകുന്നത് വരെ അവിടെ ആരും ബുദ്ധനെ സാധുക്കളുടെ ഗണത്തിലൊന്നും പെടുത്തിയിട്ടില്ല. സാധുവാണ് ഒന്ന്, അയാൾ രാജാവ് തന്നെ എന്നാ. അവിടെ ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്, 2 വഴിക്ക് നോക്കിയാലും രാജാവാണ്. ഇങ്ങനെ ഇരുന്നാലും രാജാവാണ്, ഭിക്ഷു ആയാലും രാജാവാണ്, അതിലും രാജാവാണെന്ന് പറയാം. അതുകൊണ്ട് പിൽക്കാലത്താണ് ഇങ്ങനെയുള്ള ആഡംബരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിയിലൊക്കെ പരിവാരങ്ങളും ഈ പറഞ്ഞ സൗകര്യങ്ങളും എല്ലാം. മറ്റത് മഹാത്മാക്കളെ സംബന്ധിച്ച് വസന്തവത് ലോകഹിതം ചരന്ത എന്നാ. ഒരു വസന്തം പോലെ ഇങ്ങനെ കടന്നു പോകുന്നവരാ, ആരും അറിയ പോലുമില്ല. വേറെ പ്രത്യേകിച്ചൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജനകനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള ചില പ്രീതിപ്പെടുത്തലിലൊക്കെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സുഖമുണ്ട്. ആ സുഖത്തെയൊക്കെ ഇവിടെ അഷ്ടാവക്രന് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് പറയുന്നു,
न त्वं विप्रादिको वर्णः नाश्रमी नाक्षगोचरः असङ्गोऽसि निराकारः विश्वसाक्षी सुखी भव നത്വം വിപ്രാതികോ വർണ്ണഃ നാശ്രമീ നാക്ഷഗോചര അസംഗോസി നിരാകാരഃ വിശ്വസാക്ഷി സുഖീ ഭവ. വിശ്വസാക്ഷി സുഖീ ഭവ. എന്താണ്? അങ്ങ് ത്വം ന വിപ്രാതികഃ. അങ്ങ് വിപ്രൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി, പണ്ഡിതൻ, ബ്രാഹ്മണൻ. അങ്ങ് അതെന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പലരും പറയുന്നുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ജനകനെ ഒന്നും അല്ലാത്തവനാക്കി തീർക്കുക. നമ്മൾ പറയുമല്ലോ തൊലി ഉരിഞ്ഞു എന്ന് പറയില്ലേ, നമ്മളൊക്കെ തൊലി ഉരിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴാണ്? അയ്യോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ അപമാനിച്ചു അത് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിയായ തൊലി ഉരിക്കൽ. എന്തൊക്കെയാണോ രാജാവ് എന്ന് പറഞ്ഞിരുന്ന ഒരാളെയാണ് ഇങ്ങനെയൊക്കെ രാജാവിനെ ഇതുവരെ എന്താ പറഞ്ഞിരുന്നത്? അങ്ങാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാം, അങ്ങ് കാരനാണ് പ്രജകൾ ഇങ്ങനെ അനുഭവിക്കുന്നത്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പറയുക. അവിടെ രാജാവിന് പറയണം, അങ്ങ് വിപ്രാതികഃ ന ത്വം ന വിപ്രാതികഃ. വിപ്രൻ ആദി മുതലായിട്ടുള്ള, വിപ്രാതിക എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഇത്യാദി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പണ്ഡിതന്മാരിൽ തന്നെ ജ്ഞാനി, അതിൽ തന്നെ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഭാഷാജ്ഞാനിയായിട്ടുള്ള ആൾ, മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ, അതൊന്നുമല്ല. പിന്നെയോ വർണ്ണാശ്രമങ്ങളിലൊന്നും പെട്ടവനും അല്ല. അതുകൊണ്ട് ന ആശ്രമി, അതുകൊണ്ട് ന വർണ്ണ ആശ്രമി. വർണ്ണം, ആശ്രമം, ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇതിലും പെടില്ല എന്ന് പറയാം. ഒന്നും പെടില്ല. ന അക്ഷഗോചരഃ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവൻ. മാത്രമല്ല അസംഗഃ, ഒന്നുമായി സംഘമില്ലാത്തവൻ. നിരാകാരഃ, ഒരാകാരവും ഇല്ലാത്തവൻ. ഇങ്ങനെ ഇതറിഞ്ഞ് വിശ്വസാക്ഷി, വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായിട്ടുള്ള, എന്തൊരു വാക്കാ നോക്കൂ, വിശ്വസാക്ഷി എന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ മുഴുവൻ ദുനിയാവിൻ്റെയും വിശ്വസാക്ഷി സുഖീ ഭവ. ഒരാശീർവാദമാണ്. ഇതായിട്ട് നീ തീരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയാം. വിശ്വസാക്ഷി സുഖീ ഭവ. ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കാനുണ്ട്, ഇങ്ങനെ അനുഗ്രഹിച്ചോളൂ. എന്താണ്? വിശ്വസാക്ഷി സുഖീ ഭവ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവനായി, ഈ വിശ്വത്തെ മുഴുവൻ സാക്ഷിയാക്കി, ഈ വിശ്വത്തെ മുഴുവൻ ഉള്ളിലൊതുക്കി അതിനെ കാണുന്നവനായി. നമ്മളൊക്കെ ഇങ്ങനെ സമയം നോക്കില്ലേ, എത്രയായി സമയം, ഇതേപോലെ കൈക്കുമ്പിളിൽ വിശ്വത്തെ എടുത്ത് നോക്കാൻ, അങ്ങനെ വിശ്വത്തെ ബോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതിനൊക്കെ സാക്ഷിയാവുക എന്നല്ലേ പറയാ, സാക്ഷി, വിശ്വസാക്ഷി. എന്നിട്ടോ സുഖീ ഭവ, സുഖിമാനായി നിലകൊള്ളൂ മഹാരാജൻ. അതുകൊണ്ട് സുഖം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അങ്ങയെ അടർത്തേണ്ടതുണ്ട്. എപ്പോഴാണ് സുഖം നഷ്ടപ്പെടുന്നത്? ഇത് അഷ്ടാവക്രനെ സംബന്ധിച്ച് അഷ്ടാവക്രൻ പറയുമ്പം ഇതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു സുഖമാണ്. ഇത് രാജാവായി ഇരിക്കുമ്പോൾ സുഖമാണ് എന്നാണ് എങ്കിൽ സുഖം കിട്ടൂല. രാജാവൊക്കെ ആയിട്ട് മന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സുഖമാണ്, അല്ലെങ്കിൽ MLA ആവുമ്പോൾ ഒരു സുഖമാണ്, MP ആവുമ്പോൾ ഒരു സുഖമാണ്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. അല്ലെങ്കിൽ ആശ്രമത്തിലൊരു മഠാധിപതി ആയിക്കഴിഞ്ഞാൽ ഒരു സുഖമാണ്. ഒന്നിലുമില്ല. അതിൻ്റെ ആളുകൾക്കറിയാം സുഖമാണോ ദുഃഖമാണോ എന്ന്. അതുകൊണ്ട് പണ്ട് കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുള്ളത്, ഒരു ആള് നായയെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് അയാൾക്ക് നായ പോയിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ബ്രഹ്മാവോ ആരോടോ ചോദിച്ചു, എന്താ ഞാൻ അവന് എന്ത് ശാപ കൊടുക്കണ്ട, മഠാധിപതിയാക്കാൻ പറഞ്ഞു. അതെ. അപ്പോൾ പണ്ട് നമ്മൾ ഏതോ നായ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടാവും ചിലപ്പോൾ. മഠത്തിൻ്റെ അധിപനൊക്കെ ആകുമ്പം അങ്ങനെ കിട്ടുന്ന ശാപങ്ങളൊക്കെയാണ് അത്ര. ഇന്നലെ പറഞ്ഞുവല്ലോ സ്വാമിജി, 3-ാം നിലയിൽ നിന്ന് ചാടിയ കേസ്. ഇപ്പം വിശ്വസാക്ഷി
സുഖം എന്ന് പറയുന്നത് ഇതിൽ ഇരിക്കുമ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പറഞ്ഞ ഒന്നുമായി യാതൊരു ബന്ധവുമില്ലാതെ വിശ്വത്തിന് മുഴുവൻ സാക്ഷീഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് അസംഗനായി, ഒന്നുമായി സംഘമില്ലാത്തവനായി ഈ വിശ്വത്തിന് മുഴുവൻ സാക്ഷീഭാവത്തെ സ്വീകരിക്കൂ മഹാരാജൻ. തുടർന്ന് ഇത് കഴിഞ്ഞാൽ ജനകൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സംശയമല്ല, ജനകൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ചർച്ച ചൂട് പിടിക്കാൻ പോകും. ഇതൊന്നിങ്ങനെ തുടങ്ങുകയാണ്. ഇങ്ങനെ അഷ്ടാവക്രൻ്റെ ഫോമിലേക്ക് അഷ്ടാവക്രൻ വരാൻ പോണേ ഉള്ളൂ. ധർമാധർമ്മൗ സുഖം ദുഃഖം ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ മുക്ത ഏവാസി സർവദാ. ജനകനെ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഓരോ സ്കാനിങ് ആണ് ഓരോ ശ്ലോകം എന്ന് പറഞ്ഞാൽ. ജനകൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അഷ്ടാവക്രൻ ഇങ്ങനെ അളന്ന് മുറിച്ചെടുക്കുക, എന്നിട്ട് അഷ്ടാവക്രൻ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങ് എന്താ വേണ്ടത് പറയുന്നു. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി ന തേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ. അങ്ങ് വാസ്തവത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് മനസ്സിലാണ്. മനസ്സ് എല്ലാറ്റിനെയും വികൃതമാക്കുന്നതാണ്. ഇപ്പോൾ പറയുന്നു എന്താണ്? സുഖം ദുഃഖം, അതുപോലെ തന്നെ ധർമ്മം അധർമ്മം. അങ്ങ് ഈ ധർമ്മം നടപ്പാക്കുന്ന ആളാണ്. അധർമ്മം ചെയ്തവരെ ശിക്ഷ നടപ്പാക്കണു. ധർമ്മിഷ്ഠന്മാർക്ക് ധർമ്മം നടപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലത് ചെയ്യുന്നു. ഈ ധർമ്മവും അധർമ്മവും, അങ്ങ് വലിയ ധർമ്മിഷ്ഠനാണ്, അല്ലെങ്കിൽ ധാർമ്മിക കാര്യങ്ങളിലൊക്കെ കേമനാണ്, അതിലൊക്കെ വ്യാപരിക്കുന്നവനാണ്, വേണ്ടവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല സുഖം ദുഃഖം ഇതെല്ലാം തന്നെ മഹാരാജൻ മാനസാനി, മനസ്സിൻ്റെ വികൃതികളാണ്. അങ്ങ് ജീവിക്കുന്നതേ അതില. അതുകൊണ്ട് ആദ്യം അങ്ങ് തിരിച്ചറിയേണ്ടത്, ആദ്യം അങ്ങ് അഭിമുഖീകരിക്കേണ്ടത് മനസ്സിനെയാണ്. മനസ്സല്ല സത്യം. മനസ്സ് എല്ലാറ്റിനെയും വികൃതമാക്കുന്നു. ഇതെല്ലാം മാനസാനി. ഈ കുട്ടി പറയുന്നതേ ധർമ്മം. അധർമ്മവും ധർമ്മവും അഷ്ടാവക്രനെ സംബന്ധിച്ച് ഒരേപോലെയാണ്. സുഖവും ദുഃഖവും. അതുകൊണ്ട് സുഖം കേമമെന്നും ദുഃഖം മോശമെന്നും, അതുകൊണ്ട് സുഖത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമെന്നും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റി കൂടാൻ വേണ്ടി അഷ്ടാവക്രൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അഷ്ടാവക്രൻ ഇത് തന്നെയാണ് പറയാം. ധർമ്മ സംരക്ഷകരായിട്ടൊക്കെ നമുക്ക് ഇരിക്കാം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ മാനസാനിയാണ്. അതുകൊണ്ട് ഇതെല്ലാം മാനസികമാണ് മഹാരാജ. ഇതൊക്കെ മനസ്സ് ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഏത്? ധർമ്മം അധർമ്മം, സുഖം ദുഃഖം, ലാഭം നഷ്ടം, മാനം അപമാനം, സന്തോഷം സന്താപം ഇത്യാദികളൊക്കെ എല്ലാ വിപരീതങ്ങളും ദ്വന്ദ്വങ്ങൾ ഇതെല്ലാം മാനസാനി. നതേ വിഭോ, അങ്ങതല്ല, അത് അങ്ങയുടേതുമല്ല. നതേ എന്നാണ് അളന്നു മുറിച്ച കാര്യങ്ങൾ. തേ അങ്ങയുടേതല്ല. ഏത്? ഈ രാജ്യത്ത് എന്തെങ്കിലും ഇതുവരെ ധർമ്മങ്ങളൊക്കെ ഞാൻ നടപ്പാക്കി, ചിലപ്പോൾ എന്തോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്നത്. പല പ്രോജക്റ്റിനൊക്കെ തറക്കല്ലിട്ടിട്ടുണ്ടാവുകയെ. ഒന്നും അങ്ങയുടെ അല്ല. എന്നാ തേ അങ്ങയുടെ അല്ല. ധർമ്മത്തിൽ അങ്ങ് എന്തെങ്കിലുമൊക്കെ ധാർമ്മികമായത് ചെയ്തു ഈ രാജ്യത്തെങ്കിൽ ഇവിടെ എന്തൊക്കെ ധർമ്മം നടന്നിട്ടുണ്ടോ ആ ധർമ്മത്തിൻ്റെ ഉത്തരവാദി അങ്ങാ. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ളവനാണ് അങ്ങ്. നതേ വിഭോ, അങ്ങനെ അങ്ങയുടേതല്ല. മാത്രമല്ല ന കർത്താസി ത്വം ന കർത്താസി, അങ്ങ് ഒരു കർമ്മവും ചെയ്തിട്ടില്ല, ചെയ്യുന്നവനും അല്ല. അങ്ങല്ല കർമ്മം ചെയ്തിട്ടുള്ളത്. ന കർത്താസി. അതുകൊണ്ട് തന്നെ ന ഭോക്താസി, അങ്ങ് അനുഭവിക്കുന്നവനുമല്ല. അങ്ങ് കർത്താവുമല്ല ഭോക്താവുമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങയെ നോക്കുന്ന സമയത്ത്
എൻ്റെ ദൃഷ്ടിയിൽ അങ്ങ് ആരാണ്? സർവദാ മുക്ത ഏവാസി. അങ്ങ് ഇപ്പോഴേ മോചിതനാണ്. ഇപ്പം അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ മോചിതനല്ല എന്നൊരു പ്രശ്നം. ഇപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഇതിന് കുഴപ്പമൊന്നുമില്ല, അല്ല ഒരു ചെറിയൊരു മുഴയുണ്ടല്ലോ അത് ഇരുന്നോട്ടെ, അതൊരു അലങ്കാരം, അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, അതിനി കീറിയാലാണ് കുഴപ്പമാവുക. അപ്പോൾ കീറൊന്നും വേണ്ട, ഒന്നും വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. അല്ല ഇപ്പം എന്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഉടനെ പോണേ, അയ്യോ അതാണോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇനി അതിനെങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള. അതുകൊണ്ട് ഇതൊന്നുമല്ല. ഇനി ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ അഷ്ടവക്രം പറയുകയാണ്, എന്താണ് ഇതൊന്നുമല്ല, ഇതൊന്നും നമ്മളല്ല, ഇതൊക്കെ എന്താണ്? മാനസാനി, മനസ്സുണ്ടാക്കിയതാണ്. മനസ്സിനോട് പറയൂ, നിങ്ങൾ മനസ്സിനപ്പുറത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തോ, ഏതിനെയും നിങ്ങൾ അതിജീവിക്കും. അതിജീവിച്ച ആളുകൾ ഈ കൂട്ടത്തിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ട്, സ്വാമിയുടെ മുന്നിലിരുന്നിട്ട്, നേരെ മുന്നിലിരുന്നുണ്ട്. അതുകൊണ്ട് സംശയമില്ലാണ്ട് നമുക്ക് പറയാം, മനസ്സിനപ്പുറത്തേക്ക് യാത്ര ചെയ്തവരൊക്കെ. അതല്ല, എന്തെങ്കിലും ചെറുതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞവരോ അവരൊക്കെ എന്നോ കുഴിമാടത്തിൽ എത്തിയിട്ടുമുണ്ട്. അതെ, അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിക്കും, മരണപ്പെട്ടവരാണ്. പിന്നെ അവരുടെ ശവമെടുപ്പ് വളരെ എളുപ്പമാണ്. കുടുംബക്കാരെയൊക്കെ ഒന്ന് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവരിവിടെ എത്തിക്കോളും, കേൾക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് മാനസാനി, ഇതെല്ലാം മനസ്സിൻ്റേതാണ്. അതുകൊണ്ട് അങ്ങാരാണ്? സർവദാ മുക്ത, സർവദാ, എല്ലായ്പ്പോഴും. ഇപ്പം എന്നോടിത് ചോദിച്ച് ഞാനിത് പറഞ്ഞു തന്നിട്ട് അങ്ങ് മുക്തനാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല രാജൻ. കാരണം ഞാൻ ഹേതുവായി അങ്ങ് മോചിതനായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങ് പണ്ടേ മുക്തനാണ്. അങ്ങ് സർവദാ, ഇപ്പോഴും എപ്പോഴും മുക്തനാണ്. പക്ഷേ അങ്ങ് മുക്തനല്ല എന്ന് പറയുന്നു, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങ് മുക്തനാണ്. ഇതാണ് രമണ മഹർഷിയുടെ അവസ്ഥ. ഇതിനെ പ്രാപിച്ച ഒരാൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ മഹർഷി ഇങ്ങനെയാണ് സംസാരിക്കുക. രമണ മഹർഷി അവർക്ക് ചെറിയ പരിപാടികളൊന്നുമില്ല, ഉപായത്തിലുള്ള ഏർപ്പാടൊന്നുമില്ല. സർവദാ മുക്ത, അങ്ങ് എപ്പോഴും മുക്തനാണ്. ഏകോ ദ്രഷ്ടാസി സർവസ്യ, ഏകോ ദ്രഷ്ടാസി സർവസ്യ, മുക്തപ്രായോസി സർവദാ, മുക്തപ്രായോസി സർവദാ, അയമേവ ഹി തേ ബന്ധഃ, അയമേവ ഹി തേ ബന്ധഃ, ദ്രഷ്ടാരം പശ്യസീതരം, ദ്രഷ്ടാരം പശ്യസീതരം. അപ്പൊ എന്താണ് ബന്ധനം? അങ്ങ് സർവദാ പണ്ടേ മോചിതനാണ്, മുക്തനാണ്. പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം എന്നാണെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. അങ്ങയുടെ പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകഃ ദ്രഷ്ടഃ അസി, ദ്രഷ്ടോസി, സർവസ്യ മുക്ത പ്രായഃ അസി, സർവദാ അയം ഏവ ഹി തേ ബന്ധഃ, ദ്രഷ്ടാരം പശ്യസി ഇതരം. അങ്ങ് എന്താണ് വേണ്ടത്? ഏകോ ദ്രഷ്ടാസി, സർവസ്യ, എല്ലാറ്റിൻ്റെയും ദ്രഷ്ടാവായിട്ടുള്ള. ഏകഃ അസി, ആ ഒന്നാണ് അങ്ങ്. എല്ലാ ദൃശ്യങ്ങളും ഏതൊരു ദൃക്കിലാണോ വിലയിക്കുന്നത്. കഠോപനിഷത്തിൽ പറയും, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ, മനസസ്തു പരാബുദ്ധി, ബുദ്ധേരാത്മാൻ മഹാൻ പരഃ, മഹതഃ പരമവ്യക്തം, അവ്യക്താത് പരപുരുഷഃ, പുരുഷാന്ന പരം കിഞ്ചിത്, സാ കാഷ്ഠ സാ പരാഗതി. ആ പരാഗതി അതാണ്. എന്താണ്? ഏകഃ സർവസ്യ ദ്രഷ്ടാസി, എല്ലാറ്റിനെയും കാണുന്നവനാ. എല്ലാറ്റിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെയാണ് കാണാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ മതി. കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളെ ബാഹ്യമായ നേത്രങ്ങളെ കൊണ്ടുള്ള കാഴ്ചയല്ല പറയുന്നത്. ഇരുട്ടിനെ പോലും ബോധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിനെയും കാണുന്ന, എല്ലാം ആരുണ്ടെങ്കിലുണ്ട്, എല്ലാം. അതുകൊണ്ട് ഇവിടെ
ജനകൻ ഇത്, അഷ്ടാവക്രൻ ഇത് പറയുമ്പം ഏകഹ സർവസ്യ ദ്രഷ്ടാസി എന്ന് പറയുമ്പം ഇപ്പം ഞാൻ എന്നെ അറിഞ്ഞു എന്നൊരാൾ പറയുകയാണ്. സത്യാന്വേഷണം നടത്തുന്ന ഒരാൾ പറയുക, എന്താ പറയണത്? ഞാൻ ആരാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് വേറൊരാൾ പറയുക, ഞാൻ ബ്രഹ്മമാണ് എന്ന് ഞാൻ അറിഞ്ഞു. ശരി, അപ്പം ചോദ്യം എത്ര ഞാനുണ്ട് എന്നാ?